ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിനെ പറ്റിയാണ്. ഓൺലൈൻ ഷോപ്പിംഗ് എന്താണെന്ന് അറിയാത്തവർ ആരും ഉണ്ടാകത്തില്ല. കാര്യം മെജോറിറ്റി ആളുകളും ഓൺലൈൻ ചെറുതും വലുതുമായ പല കാര്യത്തിനും ഓൺലൈൻ ഷോപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകാം. എല്ലാം ഈസിയാണ്. ഓൺലൈൻ ഷോപ്പിംഗ് വഴി എല്ലാം ഈസിയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ വെബ്സൈറ്റിൽ കയറുക, സാധനം ചൂസ് ചെയ്യുക, കാർട്ടിലേക്ക് ആഡ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ ഇത്ര ദിവസത്തിനുള്ളിൽ സാധനം എത്തും. എല്ലാം ഈസി ആണ്, ഈസി ആക്സസിബിൾ ആണ്. പക്ഷേ അങ്ങനെ ഈസി ആയിട്ട് എല്ലാം കിട്ടുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ചില ചെറുതും വലുതുമായ പല ചതിക്കുഴികളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഞങ്ങളും ഒരു റീസെൻ്റായിട്ട് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് നടത്തി. അതിൽ വലിയൊരു നഷ്ടം ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ അതെന്താണെന്നും ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ചതിയിൽ പെടാതിരിക്കാനുള്ള പ്രിക്കോഷൻ എന്തൊക്കെയാണെന്നുമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് വർത്തായിട്ട് തോന്നിയാൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ റീസെൻ്റായിട്ട് ഒരു നാട്ടിലുള്ള പാരൻസിന് വേണ്ടി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഞങ്ങളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. അത് ഏത് ഓൺലൈൻ കമ്പനിയാണെന്ന് ഞാൻ ആ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ ഞങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി പ്രൊഡക്റ്റ് ചൂസ് ചെയ്തു. ഞങ്ങൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തു, ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു. ആ എമൗണ്ട് ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ഡിഡക്റ്റ് ആവുകയും ചെയ്തു. അവർ ഇത്ര ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞു. അവർ സെയിം ഡേറ്റ് തന്നെ ഡെലിവറി ചെയ്തു. ഞങ്ങളുടെ പാരൻസ് റിസീവ് ചെയ്തു. ഡെലിവറി ബോയ് പോയി കഴിഞ്ഞ് പാരൻസ് ആ പാക്കേജ് ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത പ്രൊഡക്റ്റ് അല്ല അവർക്ക് കിട്ടിയിരിക്കുന്നത്. ടോട്ടലി എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രൊഡക്റ്റാണ് ഞങ്ങൾക്ക് അവർ ഡെലിവറി ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി കൊണ്ടു തന്ന അയാൾക്ക് ഡെലിവറി ബോയ്ക്ക് മാറിപ്പോയതായിരിക്കാമെന്ന് വിചാരിച്ചു. ആളെ വിളിച്ചു, അവർ ഫോൺ എടുത്തില്ല. പിന്നെ ഞങ്ങൾ ആ കമ്പനിയുടെ കസ്റ്റമർ കെയറിനെ വിളിച്ചു, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അവർ പറയുന്നത് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല, അവർക്ക് തെറ്റ് പറ്റിയിട്ടുള്ള എല്ലാം നമ്മുടെ തെറ്റാകുന്ന രീതിയിലാണ് അവർ ഇങ്ങോട്ട് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതാണ് പ്രൊഡക്റ്റ് ഞങ്ങൾ ചൂസ് ചെയ്തത്, ഞങ്ങൾക്ക് കിട്ടിയത് ഇതാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി, അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കി. പക്ഷേ അതുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാര്യം അവർ പറയുന്നത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് കൺസ്യൂമർ കോർട്ടാണ്. കൺസ്യൂമർ കോർട്ടിൽ പോയാൽ പോലും നമുക്ക് തെളിവുകളാണ് ഇമ്പോർട്ടൻറ്റ്. തെളിവുകളില്ലെങ്കിൽ അതും കാര്യമൊന്നുമില്ല, വെറുതെ അതിൻ്റെ പുറകെ പോയി സമയം കളയാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രൊഡക്റ്റ് ഞങ്ങൾ ചൂസ് ചെയ്ത പ്രൊഡക്റ്റിന് ഏകദേശം 9500 രൂപയാണ് ആ പ്രൊഡക്റ്റിന് വരുന്നത്, ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സാധനത്തിന് മാക്സിമം ഞങ്ങൾക്ക് 2000 രൂപയായിരിക്കാം ഉണ്ടാകത്തുള്ളൂ. അത്രയും വലിയൊരു എമൗണ്ടാണ് ഞങ്ങൾക്ക് നഷ്ടം വന്നത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല, എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കളിപ്പീര് പറ്റാതിരിക്കാൻ വേണ്ടി ഇനി എടുക്കേണ്ട പ്രിക്കോഷൻ എന്തൊക്കെയാണെന്നാണ് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ചതിവോ കളിപ്പീരോ പറ്റിയാൽ വൺസ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ എമൗണ്ട് പോയി, അത് തിരിച്ച് ഇൻ കേസ് നമ്മൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് റേസ് ചെയ്താൽ ആ എമൗണ്ട് പ്രൊഡക്റ്റ് റിട്ടേൺ ചെയ്തിട്ട് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് റിട്ടേൺ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയാൽ പിന്നെ നമുക്ക് റിട്ടേൺ തിരിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ കമ്പനികളും അങ്ങനെയാണെന്നല്ല പറയുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നും പോയാൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കി ക്യാഷാണല്ലോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓൺലൈൻ പേയ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക. ഈ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്താലുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇൻ കേസ് ഡെലിവറി ബോയ് വന്നു കഴിഞ്ഞിട്ട് ഡെലിവറി ബോയുടെ മുന്നിൽ വെച്ച് തന്നെ ആ പാക്കേജ് ഓപ്പൺ ചെയ്ത് നമ്മൾ ചൂസ് ചെയ്ത സെയിം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുകയോ നമുക്ക് ക്യാഷ് കൊടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ അതൊരു തെളിവാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രൊഡക്റ്റാണ് കിട്ടിയെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യാം, നമുക്ക് ക്യാഷ് നമ്മുടെ പോകില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഓൺലൈൻ പേയ്മെൻറ്റ് ചൂസ് ചെയ്യരുത്. ഇൻ കേസ് ഇനി ഓൺലൈൻ പേയ്മെൻറ്റ് പറ്റൂ എന്നുണ്ടെങ്കിൽ ഡെലിവറി ബോയുടെ മുന്നിൽ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യുക. ഇൻ കേസ് അങ്ങനെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ പാക്കേജ് ഓപ്പൺ ചെയ്യുന്നത് ഒരു വീഡിയോ എടുത്ത് സൂക്ഷിക്കുക. വീഡിയോ ഒരു തെളിവായിട്ട് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ കമ്പനിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ വീഡിയോ തെളിവായിട്ട് പോലീസ് സ്റ്റേഷനിലോ കൺസ്യൂമർ കോർട്ടിലോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു തെളിവാണ്. അപ്പോൾ തെളിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ആ എമൗണ്ട് നമുക്ക് റിട്ടേൺ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. അപ്പോൾ തെളിവ്
ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ തെളിവിന് വേണ്ടി നിങ്ങൾ മാക്സിമം നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഡെലിവറി ബോയുടെ മുന്നിൽ വെച്ച് തന്നെ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് അവോയ്ഡ് ചെയ്തിട്ട് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് വഴി ഇങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാ കമ്പനികളിൽ നിന്നും ഇങ്ങനെ കളിപ്പീര് പറ്റും എന്നല്ല പറഞ്ഞത്, പക്ഷേ അങ്ങനെ ധാരാളം അങ്ങനെ ചതിക്കപ്പെടുന്ന ധാരാളം പേരുണ്ട്, ഇങ്ങനെ ക്യാഷ് പോകുന്നവർ ധാരാളം പേരുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറ്റിയ ഈ ഒരു കളിപ്പീര് എന്ന് പറയുന്നത് നാട്ടിൽ ഇന്ത്യയിലെ ഒരു ലീഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ കമ്പനിയുടെ പേരാണ് മൈന്ദ്ര. കാര്യം ഞങ്ങൾ ഒത്തിരി പല ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ആ പ്ലാറ്റ്ഫോം വഴി ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ലാസ്റ്റ് തവണ ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മണ്ടത്തരം പറ്റി. അവർ പറഞ്ഞപ്പോൾ അവർ ഒരു തരത്തിലും കൺവിൻസ് ആയില്ല. അവർ പറയുന്നത് നമ്മുടെ തെറ്റാവുന്ന രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഇനിയും അങ്ങനെയൊന്നും ഈ വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്തേക്കുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.